കൊച്ചി നഗരസഭയുടെ ജെറ്റിംഗ് കം സക്ഷൻ വിത്ത് റീസൈക്ലർ പദ്ധതിക്ക് തുടക്കമായി. 3 കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതോടെ കൊച്ചിയിലെ കാനകൾ മാലിന്യമുക്തമാക്കും. കൊച്ചി നഗരസഭ വിഭാവന ചെയ്ത കാനയിൽ നിന്ന് യന്ത്രമുപയോഗിച്ച് ചെളിയും മാലിന്യവും കോരിയെടുക്കുന്ന പദ്ധതിയായ ജെറ്റിംഗ് കം സക്ഷൻ വിത്ത് റീസൈക്ലർ പദ്ധതിയുടെ നഗരസഭാ തല ഉദ്ഘാടനം 19ാം ഡിവിഷനിലെ കച്ചേരിപ്പടി മാർക്കറ്റ് പരിസരത്ത് MLA കെ ബാബു നിർവഹിച്ചു. കാനകൾ തിങ്ങി മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും എല്ലാം തിങ്ങി നിറഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്നതാണ്. എല്ലാ പ്രദേശത്തും ഈ വെള്ളക്കെട്ട് കൊച്ചി നഗര ജീവിതത്തെ വളരെയേറെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഹൈക്കോടതി പോലും വളരെ രൂക്ഷമായി ഇതിനെ വിമർശിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കെട്ട് മാറ്റാൻ കാന ക്ലീൻ ചെയ്യാൻ പഴയതുപോലെ മാൻ പവർ ഉപയോഗിച്ച് ചെയ്യാൻ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്റ്റാഫ് മുക്കി മാറ്റി കാലം ക്ലീൻ ചെയ്ത് വലിയ ക്ഷലവും അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിന് യോജിച്ചതുമാണ്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് മെഷീനറികൾ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കൊണ്ടുവന്ന മെഷീനറിയാണ് സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ. ഈ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിച്ചത് MG റോഡിലാണ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. MG റോഡിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഉണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായി MG റോഡിൽ ഈ പറയുന്ന മെഷീൻ സ്ലാബ് തുറന്ന് വലിച്ചെടുക്കുകയാണ്. നമുക്കിപ്പോൾ മെഷീൻ കണ്ടാൽ അതിന്റെ ഓപ്പറേഷൻ കണ്ടാൽ അറിയാം. അത് 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന് ഈ ചെളിയും വേസ്റ്റ് വലിച്ചെടുക്കും. 2 വെള്ളം അതിൽ നിന്ന് ഫുൾ ഫോഴ്സിൽ കാനയിലേക്ക് അടിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ഒരു സ്ഥലത്ത് വീണ്ടും തുറക്കും, വീണ്ടും ഇത് വലിച്ചെടുക്കും, വീണ്ടും പണിക്കും. അപ്പൊ കാനകള് നമ്മളൊരു ആള് വന്ന് കമ്പിപ്പാര കൊണ്ട് തുറക്കണ്ട, ഇത് വാരി പുറത്ത് ഇടണ്ട, ഇത് അപ്പം തന്നെ എടുക്കും, ബ്രഹ്മപുരത്ത് കൊണ്ടുപോയിടും. ഇത് കഴിഞ്ഞ 1 കൊല്ലമായി ഭംഗിയായിട്ട് നമ്മുടെ നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ മെഷീനറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഞാൻ പ്രത്യേക ഒരു നിബന്ധന വെച്ചിരുന്നു, എല്ലാത്തിനും 5 കൊല്ലത്തെ മെയിൻ്റനൻസ് ഗ്യാരണ്ടിയാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം, കോർപ്പറേഷൻ കയ്യിലോട്ട് ഈ മെഷീൻ കൊടുത്താൽ പണ്ട് പ്രൊഫസർ KV തോമസ് 1 രൂപ ഇട്ട് ടൂറിസം വകുപ്പിൽ നിന്ന് നമുക്കൊരു സക്കർ തന്നു. ഇന്നാൾ കൂടി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഒരാഴ്ച സക്കർ ഉപയോഗിച്ചില്ല, അപ്പോഴത്തേക്ക് ആ സാധനം നശിപ്പിച്ചു. കൊച്ചിൻ സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 3 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചിലവഴിച്ചിട്ടുള്ളത്. ചെളി വലിച്ചെടുക്കുന്ന യന്ത്രവും ശേഖരണ ടാങ്കും ലോറിയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. കാനകളുടെ സ്ലാബുകൾ മാറ്റാതെ തന്നെ ദ്രുതഗതിയിൽ ചെളി നീക്കം ചെയ്യാനാകും. കാനയിലെ ബ്ലോക്കുകൾ നീക്കുന്നതിനായി കാനയിൽ നിന്നുള്ള വെള്ളം പ്രഷർ പമ്പ് ഉപയോഗിച്ച് നീക്കിക്കളയുന്നതോടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനും സാധിക്കും. ഈ പദ്ധതിക്കായി 5000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് വാഹനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് കൊച്ചി നഗരത്തിൽ സമാനമായ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇത് വിജയകരമായതിനെ തുടർന്നാണ് 2ാമത്തെ വാഹനം സജ്ജമാക്കിയതെന്ന് മേയർ പറഞ്ഞു. ആദ്യത്തെ വാഹനം ആനുപാതികമായി വലുതാണ്. എന്നാൽ പുതിയ വാഹനം ചെറുതായതിനാൽ നഗരസഭയുടെ ഇടറോഡുകളിലും കയറി കാനകൾ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ കഴിയും. കൊച്ചി ഡെപ്യൂട്ടി മേയർ KA അൻസിയ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ CA സക്കീർ, VA ശ്രീജിത്ത്, CD വത്സലകുമാരി, മാലിനി കുറുപ്പ്, കൗൺസിലർമാരായ PS വിജു, PR രചന, CR സുധീർ, അശ്വതി വത്സൻ, CN രഞ്ജിത്ത് മാസ്റ്റർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത അനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.